നമസ്തേ. ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. പാർലമെന്റ് പാസാക്കിയ കാർഷിക ബില്ലിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. സംസ്ഥാനത്തിന്റെ അധികാരങ്ങൾ കവർന്നെടുക്കുന്ന നിയമമെന്ന് ആരോപിച്ചാണ് ഇടത് സർക്കാരിന്റെ നീക്കം. പാർലമെന്റിന്റെ ഇരു സഭകളും പാസാക്കിയ നിയമത്തിനെതിരെ പരമോന്നത നീതിപീഠത്തെ സമീപിക്കുമ്പോൾ അതിന്റെ ധാർമ്മികത ഇത്രത്തോളമുണ്ട്. കർഷകർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനുള്ള രാഷ്ട്രീയ നീക്കം മാത്രമല്ല ഇത്. ഇനി രണ്ട് ചോദ്യങ്ങളാണ് ജനൻ ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കർഷക മോർച്ച സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജയസൂര്യൻ, ജനയുഗം ജനറൽ മാനേജർ ശ്രീ CR ജോസ് പ്രകാശ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ P സരിൻ, മാധ്യമപ്രവർത്തകനായ ശ്രീ അനുരാജ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. മുൻ എംപിയും CPM നേതാവുമായ അഡ്വക്കേറ്റ് A സമ്പത്തിനെയും ഈ ഒരു ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ CR ജോസ് പ്രകാശിലേക്ക്. ശ്രീ ജോസ് പ്രകാശ്, ഇവിടെ ഇടതുപക്ഷ സർക്കാർ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ, ഈ ബില്ലിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. പാർലമെന്റിന്റെ ഇരു സഭകളും ലോക്സഭയും രാജ്യസഭയും ഏകകണ്ഠേന പാസാക്കിയ ഒരു നിയമത്തിനെതിരെയാണ് ഒരു സംസ്ഥാന മന്ത്രിസഭ പരമോന്നത നീതിപീഠത്തെ സമീപിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഈ നീതിപീഠത്തെ സമീപിക്കാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്. പക്ഷേ അതിൻ്റെ സാങ്കത്യത്തിൽ ചില സംശയങ്ങൾ ഉയരുകയില്ലേ? ഒരു ധാർമ്മികത എന്നതിലുപരിയായി കേവലം രാഷ്ട്രീയ നീക്കമാണ് ഇത് എന്ന വിമർശനം ഇതിനകം ഉയർന്നു കഴിഞ്ഞു. എങ്ങനെയാണ് താങ്കൾ ആ വിമർശനത്തെ നോക്കിക്കാണുന്നത്? ഇതിനെ രാഷ്ട്രീയ വിമർശനമായിട്ട് കാണാൻ ഒരു സാഹചര്യത്തിലും കഴിയില്ല. കേന്ദ്ര ഗവൺമെൻറ് 3 ബില്ലുകൾ കൊണ്ടുവന്നു. സത്യത്തിൽ ആ ബില്ലുകൾ കൊണ്ടുവന്നതെങ്ങനെ, പാർലമെൻറ്റിൽ അത് പാസ്സാക്കിയതെങ്ങനെ, രാജ്യസഭയിൽ നടന്ന നടപടിക്രമങ്ങൾ എങ്ങനെ, എല്ലാം രാജ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ നിയമങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ വരുന്നുണ്ട്, രാജ്യസഭയിൽ വരുന്നുണ്ട്. അപ്പോൾ രാജ്യസഭയിൽ വന്ന ഈ ബില്ല് മിനിമം ഒരു ജനാധിപത്യ ക്രമത്തിൽ, ഒരു പാർലമെൻ്ററി ജനാധിപത്യ ക്രമത്തിൽ ആ സഭയെ നിയന്ത്രിക്കുന്ന ആൾ ഈ ബില്ലിനെ അനുകൂലിക്കുന്നവർ എത്ര, ബില്ലിനെ എതിർക്കുന്നവർ എത്ര എന്ന് പറഞ്ഞ് ഒരു വോട്ടെടുപ്പെങ്കിലും നടത്തേണ്ടിയിരുന്നു. അതുപോലും ചെയ്യാതെ രാജ്യസഭയിൽ ഒരു വോട്ടെടുപ്പിന് പോലും വഴങ്ങാതെ അവിടെ ശബ്ദായമാനമായ അന്തരീക്ഷമുണ്ടായി. അതുകൊണ്ട് ബില്ല് പാസ്സാക്കുന്നു എന്ന് പറഞ്ഞാണ് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതൊരു കാര്യം. രണ്ട്, ഇന്ത്യ ഒരു ഫെഡറൽ ഒന്നിടപെട്ടോട്ടെ, ക്ഷമിക്കുക. ശബ്ദമാനമായ ഒരു അന്തരീക്ഷം ഉണ്ടായി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തത് ആരാണ്? ബോധപൂർവം അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തത് നിങ്ങൾ പ്രതിപക്ഷം തന്നെയല്ലേ? പ്രതിപക്ഷത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ ഇന്ത്യൻ ജനാധിപത്യ ക്രമത്തിൽ പാർലമെന്റിൽ ശബ്ദായമാനമായ അന്തരീക്ഷം ഉണ്ടാകും. BJP പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ UPA ഗവൺമെൻറ്റിൻ്റെ സമയത്ത് എന്തെല്ലാം ബഹളങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ നമ്മൾ കണ്ടതാ, ഓരോ സംസ്ഥാനത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാ. ഇതൊക്കെ ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ നമുക്ക് കണ്ട് നല്ല ശീലമുള്ള കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത്, ഇന്ത്യയിലെ ഒരു നിയമം കൊണ്ടുവരുന്നു, ഏകപക്ഷീയമായി പാസ്സാക്കുന്നു. ഇത് ഈ ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്ത് ഈ നിയമം ഓരോ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ എങ്ങനെ ബാധിക്കും? സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള കർഷകരുടെ ജീവിത സാഹചര്യങ്ങളെ എങ്ങനെ ബാധിക്കും? സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള ആനുകൂല്യങ്ങൾ, ഭരണ സംവിധാനങ്ങൾ, സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പൊതുവിതരണ രംഗത്തെ സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നാളെ എങ്ങനെ ബാധിക്കും? അപ്പോൾ ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ പോലും അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണ നടപടിയാണ് കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് BJPക്ക് പ്രതിപക്ഷത്തിന് മാത്രമല്ലല്ലോ. BJPയുടെ എന്തുകൊണ്ട് കേന്ദ്രത്തിലെ ഒരു മന്ത്രി ഈ വിഷയത്തിൽ രാജിവെച്ചു? അവരെ പോലും ബോധ്യപ്പെടുത്തുവാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല എന്നുള്ളതല്ല എൻ്റെ വസ്തുത. ഹരിയാനയിലെ അവരുടെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന ഒരു കക്ഷി അതിനെ എതിർത്തു. ഇന്ത്യയിൽ ഏതാണ്ട് 380ഓളം കർഷക സംഘടനകളാണ് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഞാനതിലേക്ക് വരാം. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇവിടെ ജോസ് പ്രകാശ് സൂചിപ്പിച്ചത് ഈ കർഷകർക്ക് ഹിതമല്ലാത്ത ഒരു ബില്ലാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഒന്നടങ്കം ഈ ഒരു ബില്ലിനെ എതിർക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനമെടുത്തത് സുപ്രീം കോടതിയെ സമീപിക്കാൻ. എങ്ങനെയാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെ, വിമർശനങ്ങളെ ഭരണപക്ഷം BJP നേരിടുന്നത്, നോക്കിക്കാണുന്നത്?
കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സുപ്രീം കോടതിയെ സമീപിക്കുന്നു എന്ന് കേട്ടപ്പോൾ സത്യത്തിൽ സഹതാപമാണ് തോന്നിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് പല ആക്ഷേപങ്ങളും പലരും പറയാറുണ്ട്. അദ്ദേഹം ഏകാധിപതിയാണ്, അദ്ദേഹം ധിക്കാരിയാണ്, അങ്ങനെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മര്യാദ പാലിക്കാത്ത ആളാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഏകാധിപതി, ധിക്കാരി എന്നൊക്കെ കേൾക്കുമ്പോൾ സാധാരണ അതൊരാളുടെ ശൈലി എന്ന് നമുക്ക് കരുതാം. പക്ഷേ സുപ്രീം കോടതിയിലേക്ക് ഈ വിഷയവുമായിട്ട് അദ്ദേഹം പോകുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹം ഒരു കോമാളി കൂടിയായിപ്പോയി എന്നാണ്. കേരളത്തിൽ നാണക്കേടാണ് ഈ കേസ്. കാരണം വലിയ പ്രക്ഷോഭമൊക്കെ നടക്കുന്നു എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കില്ലാത്ത എന്ത് ആവേശമാണ് ഇത്തരം ഒരു സംവിധാനം പോലും നിലവിലില്ലാത്ത, അതായത് ഈ മണ്ടി സംവിധാനങ്ങളോ പോലും നിലവിലില്ലാത്ത ഒരു സംസ്ഥാനത്ത് നിന്ന് കർഷകർ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ചന്തകളിൽ കൊണ്ടുപോയി വിൽക്കുന്നില്ലാത്ത ഒരു സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറിക്കും പലവ്യഞ്ജനങ്ങൾക്കും മറ്റ് സംസ്ഥാനങ്ങളെ മാത്രം ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്നൊരു മുഖ്യമന്ത്രി പോകണമെങ്കിൽ അത് കർഷക പ്രേമമൊന്നുമല്ല, ഈ ബില്ലിനോടുള്ള അല്ലെങ്കിൽ ഈ നിയമത്തോടുള്ള എതിർപ്പുമല്ല. അദ്ദേഹത്തിന് കേരളത്തിൽ നിക്കക്കള്ളി ഇല്ലാത്ത വിധം തൻ്റെയും തൻ്റെ മന്ത്രിസഭയുടെയും ഇമേജ് തകർന്ന പല കാര്യങ്ങളുടെ ഇടയിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മാത്രമാണ് ഈ കേസുമായിട്ട് അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് ഒളിച്ചോടിയിരിക്കുന്നത്. ഇതൊരു ഒളിച്ചോട്ടമാണ്. പിന്നെ കർഷകരുടെ കാര്യമെടുത്താൽ കർഷകർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. പോർച്ചുഗീസുകാരുടെയും അറബികളുടെയും കാലത്ത് തുടങ്ങിയ ഈ ചന്ത സമ്പ്രദായത്തിൽ എന്നും കച്ചവടക്കാർക്കായിരുന്നു മുൻതൂക്കം. അവരായിരുന്നു എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഈ മണ്ഡി സമ്പ്രദായം നിലനിൽക്കുന്ന ഉത്തരേന്ത്യയിലെ 2477 മണ്ഡികൾ, അതിൻ്റെ സബ്സിഡിയറി ആയിട്ട് 4000-ലധികം മറ്റ് ഉപവിഭാഗങ്ങൾ എല്ലാം കൂടി ഒരു 6000 ചന്തകൾ വരും. അവിടെ ഈ 2477 മണ്ഡികളുടെ അധികാരികൾ എന്ന് പറയുന്നത് മഹാകോടീശ്വരന്മാരായി മാറി. അവരുടെ താഴെ പഞ്ചാബിൽ മാത്രം 28,000 ഏജന്റുമാരുണ്ട്. ആ ഏജന്റുമാരും വലിയ ശക്തികളാണ്, സാമ്പത്തിക ശക്തികളാണ്. അവരാണ് കർഷകരുടെ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ട് കർഷകരെ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 70 വർഷമായിട്ടും കർഷകർക്ക് സ്വാതന്ത്ര്യമില്ല. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഈ രാജ്യത്ത് വസ്ത്രം ഉൽപ്പാദിപ്പിക്കുന്നവൻ അത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വിൽക്കാം. കാർ ഉൽപ്പാദിപ്പിക്കുന്നതിന് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാം. ടൂത്ത് ബ്രഷ് ഉൽപ്പാദിപ്പിക്കുന്നവന് അത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വിൽക്കാം. പക്ഷെ കർഷകന് മാത്രം, ഈ രാജ്യത്തെ 86% വരുന്ന ചെറുകിട കർഷകന് മാത്രം അവന്റെ ഉൽപ്പന്നങ്ങൾ ഈ പറയുന്ന മണ്ഡികൾക്ക് പുറത്ത് കൊണ്ടുപോയി വിൽക്കാൻ അവകാശമില്ല. കേരളത്തിനേക്കാൾ വില കിട്ടും തമിഴ്നാട്ടിൽ കശുവണ്ടിക്ക്, കേരളത്തെക്കാൾ വില കിട്ടും അടക്കായ്ക്ക് കാസർഗോഡ് അല്ലെങ്കിൽ കർണാടകത്തില്. പക്ഷെ കൊണ്ടുപോകാൻ നിയമമില്ല. ആ നിയമം കർഷകന് മാത്രം എങ്ങനെ ബാധകമാകുന്നു? ഈ ചോദ്യത്തിനാണ് മറുപടി കിട്ടിയിരിക്കുന്നത്. ഇത് ഇന്ത്യൻ കർഷകന്റെ സ്വാതന്ത്ര്യമാണ്, സ്വാതന്ത്ര്യ ദിനമാണ് ഈ നിയമം ഉണ്ടായ ദിവസം. അതുകൊണ്ട് ഇത് കർഷകന് അനുകൂലമായിട്ടാണ്. കുത്തകകൾ അവസാനിക്കുകയാണ്. വൻപൻ കമ്പനികളും വമ്പൻ കുത്തകകളും രംഗം വിടേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് കർഷകന്റെ സ്വാതന്ത്ര്യ ദിനമാണ്, സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. പക്ഷേ കുത്തകകൾക്ക് വേണ്ടി, ഏജന്റുമാർക്ക് വേണ്ടി, മണ്ഡികൾക്ക് വേണ്ടി, മുതലാളിമാർക്ക് വേണ്ടി, കോടീശ്വരന്മാർക്ക് വേണ്ടി നിൽക്കുന്നവരും അവരെ ഉപയോഗിച്ചുകൊണ്ട് 10,000-കണക്കിന് ഉത്തരേന്ത്യൻ കർഷകരെ അടിമകളാക്കി വെച്ചിരിക്കുന്നവർക്കും ഇതിനെതിരെ ശബ്ദിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് പഞ്ചാബിലും അതുകൊണ്ടാണ് ഹരിയാനയിലും രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിനെതിരെ രംഗത്ത് വന്നത്. ആ രാഷ്ട്രീയ നേതാക്കന്മാരെ BJP ഗവൺമെന്റിന് തെല്ലും ഭയമില്ല. അത് BJPയുടെ ഘടകകക്ഷിയാണെങ്കിൽ പോലും പുറത്തു പോകട്ടെ എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി നരേന്ദ്രമോദി ഗവൺമെന്റ് തീരുമാനമെടുത്തത് അതുകൊണ്ടാണ്. അവിടെ അകാലിദളിന്റെ മന്ത്രി കൊണ്ടുപോയി രാജി കൊടുത്തു. 1.5 മിനിറ്റ് മാത്രം രാജി സ്വീകരിച്ചു. നേരെ അത് പ്രസിഡന്റിന് അയച്ചു കൊടുത്തു. പ്രസിഡന്റും സ്വീകരിച്ചു. അതുപോലെ JJP ഹരിയാന ഈ നിലപാടിൽ കർഷക വിരുദ്ധമായ നിലപാടെടുത്തു. അവരും എന്ത് നിലപാട് തന്നെ എടുത്താലും നമുക്ക് അതിലേക്കും തിരികെ എത്താം. ഡോക്ടർ സരിൻ, ഇവിടെ ജയസൂര്യൻ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഡോക്ടർ ജയസൂര്യൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് അഹിതമായി ഒന്നുമില്ല. ഹിതമായിട്ട് തന്നെയാണ് അത് വന്ന് ഭവിക്കുക എന്നതുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ തന്നെയാണ് കാർഷിക വിദഗ്ധരടക്കം നടത്തുന്നത്. അതിലേക്ക് നമുക്ക് തിരികെ എത്താം. ഇപ്പോൾ ചോദ്യം ഇതാണ്, ഈ സംസ്ഥാന സർക്കാർ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ സുപ്രീം കോടതിയെ ഈ ബില്ലിനെതിരെ സമീപിക്കാൻ ഒരു തീരുമാനമെടുത്തു. ഈ തീരുമാനത്തെ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭയുടെ തീരുമാനത്തെ കോൺഗ്രസ് പ്രതിപക്ഷം എങ്ങനെ സ്വാഗതം ചെയ്യും, എങ്ങനെ നോക്കിക്കാണുന്നു?
ഞാൻ മനസ്സിലാക്കിയത് എന്തിനാണ് ഈ ബില്ലിനെ അല്ലെങ്കിൽ ഇപ്പോൾ നിയമമായി പ്രസിഡന്റിന്റെ ഒപ്പിന് വേണ്ടി മാത്രം കാത്തു നിൽക്കുന്ന ഈ പാർലമെന്റ് രണ്ട് സഭകളും പാസാക്കിയ ഈ ബില്ലിനെ കേരളം ഇവിടെ ഇരുന്ന് എതിർക്കേണ്ടത് എന്നുള്ള ചോദ്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ആ രീതിയിലാണെങ്കിൽ അതിന്റെ ഉത്തരം കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ട് ഞാൻ സംസാരിക്കുകയാണ് എങ്കിൽ, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ട് സംസാരിക്കുകയാണ് എങ്കിൽ, പാർലമെന്ററി ജനാധിപത്യത്തിൽ പാർലമെന്റിന്റെ ഇരു സഭകളിൽ രാജ്യസഭയിൽ പാലിക്കപ്പെടാതെ പോയ ചില കീഴ്വഴക്കങ്ങളും ആ സഭയിൽ ഇത് ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഉണ്ടാകേണ്ടിയിരുന്ന അവിടുത്തെ സഭാ നടപടികളുടെ ക്രമങ്ങളും പാലിക്കപ്പെടാതെ ശബ്ദ വോട്ടോടുകൂടി മാത്രം പാസാക്കപ്പെട്ട ഒരു ബില്ലിനെ എങ്ങനെയാണ് കേരളം പോലെ ഒരു സംസ്ഥാനം സ്വീകരിക്കേണ്ടത് എന്നുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള ചോദ്യമായിട്ടാണ് ഇതിനെ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ നേരിടാൻ പോകുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ 4 മണിക്കൂറായിരുന്നു രാജ്യസഭയിലെ എല്ലാ ദിവസങ്ങളിലെയും നടപടിക്രമങ്ങൾക്കായിട്ട് ഈ കോവിഡ് മാനദണ്ഡ പ്രകാരം മാറ്റിവെച്ചിരിക്കുന്ന സമയം. ആ 4 മണിക്കൂറുകളിലേക്കായിട്ട് ലോക്സഭ പാസാക്കിയെടുത്ത 2 ബില്ലുകൾ അവതരിപ്പിക്കപ്പെടുന്നു. ആ 2 ബില്ലുകളിൽ മന്ത്രി ബഹുമാനപ്പെട്ട നമ്മുടെ തോമർ എന്ന് പറയുന്ന നമ്മുടെ കൃഷി മന്ത്രി സംസാരിച്ച് തീർക്കാൻ തന്നെ ഏകദേശം 3 മണിക്കൂർ എടുക്കുമ്പോൾ സ്വാഭാവികമായും ചർച്ചയ്ക്കെവിടെയാണ് സമയം ലഭിക്കുക എന്നുള്ള ചോദ്യം വരുന്നു. അദ്ദേഹത്തിനോട് സംസാരം നിർത്തിയ ശേഷം ഞങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയണമെന്ന് പറഞ്ഞ് പ്രതിപക്ഷാംഗങ്ങൾ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കുന്നു. അത് അംഗീകരിച്ചു. ഉപാധ്യക്ഷൻ അത് അംഗീകരിച്ച സമയത്ത് പോലും മന്ത്രി അത് നിർത്താൻ തന്നെ സംസാരിക്കുമ്പോൾ ധിക്കാരപരമായ ആ സമീപനത്തിൽ ഒരു ചർച്ചാവേദിയായ രാജ്യസഭയെ ജനഹിതമായിട്ടുള്ള ഏത് നിയമവും പാസാക്കി എടുക്കേണ്ട ഒരു സഭയിൽ അതിനെപ്പറ്റി ചർച്ച വേണ്ട എന്നുള്ള മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട അജണ്ടയെ ചോദ്യം ചെയ്ത പ്രതിപക്ഷാംഗങ്ങൾ 8 പേരെ സസ്പെൻഡ് ചെയ്യുന്നു. മാത്രവുമല്ല, സെലക്ട് കമ്മിറ്റിക്ക് വിടണം എന്ന് പറയുന്ന ഇത്രയും അധികം കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഇത്രയും അധികം പ്രശ്നബാധിതമായിട്ടുള്ള വകുപ്പുകളോ അല്ലെങ്കിൽ നിയമങ്ങളോ തിങ്ങിച്ചേർക്കപ്പെട്ട ഈ ബിൽ ഒരു ഓർഡിനൻസിനെ മാറ്റി നിയമമാക്കാൻ വേണ്ടി വരുന്നതാണല്ലോ ഈ ബില്ല്. ജൂൺ 2020 കോവിഡിന്റെ കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ച 3 ഓർഡിനൻസുകൾ, ആ ഓർഡിനൻസുകൾക്ക് 3നും റീപ്ലേസ്മെന്റ് ആയി വരുന്ന ഈ ബില്ലിൽ ഓർഡിനൻസ് എപ്പോഴാണ് നമ്മൾ പ്രഖ്യാപിക്കുക? സഭ ചേരാൻ സമയമില്ലാത്തപ്പോൾ, അത് ചർച്ചയ്ക്കെടുക്കാൻ സാഹചര്യമില്ലാത്തപ്പോൾ, അടിയന്തരമായ ഒരു സാഹചര്യത്തിൽ, അങ്ങനെ അടിയന്തരമായ ഒരു സാഹചര്യത്തിൽ പാസാക്കിയ ഓർഡിനൻസിനെ മാറ്റി നിയമം വരുമ്പോഴെങ്കിലും ജനപ്രതിനിധികൾക്ക് അത് ചർച്ച ചെയ്യാനുള്ള അവസരം നിഷേധിക്കപ്പെടുമ്പോൾ അതിലെ ഓരോ വസ്തുതകളും സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടണം എന്നുള്ള ആവശ്യം നിരാകരിക്കപ്പെടുമ്പോൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ കിടക്കുന്ന നമ്മുടെ ഭരണഘടനാ പ്രകാരം സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽപ്പെടുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽ കിടക്കുന്ന അതിമുതലുള്ള ഒരു നിയമനിർമ്മാണത്തെ പാർലമെന്റ് ഒരുപക്ഷെ നോക്കുകുത്തി എന്നുള്ള പ്രയോഗമൊക്കെ ഏറ്റവും അന്വർത്ഥമാവുകയായിരുന്നു. ഇവിടെ ഒരു വെറും ഫോർമാലിറ്റിയായി, അതായത് പാർലമെന്റിൽ അത് പാസാക്കിയെടുക്കുക എന്നുള്ള ഒരു ഔപചാരികതയ്ക്ക്, ഒരു ഉപചാരത്തിന് വേണ്ടി അവിടെ ഇരിക്കുന്നവരെല്ലാ പാർലമെന്റിലെ അംഗങ്ങൾ അവിടെ ക്രിയാത്മകമായി ചർച്ച ചെയ്യാനുള്ള അവസരം നിഷേധിക്കപ്പെട്ട് ശബ്ദ വോട്ടോടുകൂടി മാത്രം പാസായ ഒരു ബില്ലിനെ എതിർക്കേണ്ടത് ഒരു സംസ്ഥാനത്തിന്റെ അധികാരത്തിൽപ്പെടുന്ന ഒരു നിയമനിർമ്മാണമായതുകൊണ്ട് ഒരു സർക്കാരിന് അതിൽ ഔചിത്യക്കുറവുണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഒരു കോൺഗ്രസ് വ്യക്തമാണ് ശ്രീ അനുരാജ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും അതിനെ പിന്തുണയ്ക്കുന്നത് എന്നാണ് ഡോക്ടർ സരിൻ വ്യക്തമാക്കുന്നത്. അതായത് ലോക്സഭയെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ബിൽ പാസ്സാക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു ചർച്ചയിലൂടെ അത് പാസ്സാക്കണമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ നമ്മൾ കണ്ടതാണ് എന്താണ് രാജ്യസഭയിൽ സംഭവിച്ചത്, എന്താണ് ലോക്സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. കാരണം കൃഷിമന്ത്രി അടക്കം ഈ ഒരു ബിൽ അവതരിപ്പിക്കുമ്പോൾ ബഹളം വയ്ക്കുന്ന ഒരു സമീപനം, പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ലോകം മുഴുവൻ കണ്ടതാണ്. രാജ്യസഭ ഉപാധ്യക്ഷനെ പോലും ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പിന്നീട് കൃത്യമായ ഒരു ഇടപെടൽ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ ബഹളം വെച്ച എംപിമാരെ പുറത്താക്കുന്നു, നിയമ നടപടി സ്വീകരിക്കുന്നു, അവർ പുറത്ത് ഉപവാസം അനുഷ്ഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെയും ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമല്ല എന്ന് ഇന്ന് സഭാധ്യക്ഷൻ വെങ്കയ്യ നായിഡു കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനിയെങ്കിലും
കൃത്യമായ രീതിയിൽ നിയമ സംവിധാനത്തെ മാനിച്ചുകൊണ്ട് പെരുമാറണം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള നടപടികൾ ഉണ്ടാകും. സഭയെ അവഹേളിക്കുന്ന ഒരു സമീപനവും അനുവദിക്കില്ല എന്ന് കൃത്യമായി വ്യക്തമായി അദ്ദേഹം ഇന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച ഒരു നിലപാടാണ് മുഖ്യം, പ്രധാനം. കാരണം സരിൻ പറഞ്ഞു, സരിനും ഇപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷവും സർക്കാരിൻ്റെ നിലപാടിനെ അനുകൂലിക്കുകയാണ്, ദേശീയ തലത്തിലും അവർ അനുകൂലിക്കുകയാണ്, ഒരേ സ്വരം തന്നെയാണ് പങ്കുവെക്കുന്നത്. ഈ നിലവിലെ ഈ സാഹചര്യത്തിൽ അവർ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ സർക്കാരിനെ സഹായിക്കുന്നതാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് തിരികെ എത്താം. അതോടൊപ്പം തന്നെയാണ് അഡ്വക്കേറ്റ് ജയസൂര്യൻ സൂചിപ്പിച്ച ഒരു ശ്രദ്ധേയ നിരീക്ഷണം ഉയർന്നു വരുന്നത്. കാരണം ഇതിനെ രാഷ്ട്രീയമായല്ല കാണേണ്ടത്, ധാർമ്മികമായല്ല കാണേണ്ടത്, അങ്ങനെ നമുക്ക് വിലയിരുത്താം. പക്ഷേ അതിലുപരിയായി നിൽക്കക്കള്ളിയില്ലാത്ത ഒരു സർക്കാരിൻ്റെ പിടിവള്ളിയായി ഈ ബില്ലിനെ ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ, ആ രീതിയിൽ വിലയിരുത്തുമ്പോൾ ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എങ്ങനെയാണ് താങ്കൾ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? അതായത് ഈ ബില്ലിൽ എന്തിനെയാണോ ഇവിടുത്തെ ഇടതുപക്ഷം എതിർക്കുന്നത്, ഈ കാര്യങ്ങൾ ഏറെക്കുറെ നടപ്പാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നതാണ് ഇതിന്റെ ഒന്നാമത്തെ പോയിന്റ്. അതായത് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ബില്ലിൽ പറയുന്ന രീതിയിലുള്ള വിപണന സംവിധാനങ്ങൾ ഇപ്പോൾ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കപ്പെട്ടിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതിപ്പോൾ യൂറോപ്യൻ യൂണിയൻ സ്പോൺസർ ചെയ്തിട്ടുള്ള മാർക്കറ്റ് സംവിധാനം ഇപ്പോൾ എറണാകുളത്ത് മരടിലുണ്ട്, കോഴിക്കോട് വേങ്ങേരിയുണ്ട്, മൂവാറ്റുപുഴയുണ്ട്, ഇങ്ങനെയുണ്ട്. പിന്നെ സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ, ഇടതുപക്ഷത്തിന്റെ തന്നെ നേതൃത്വത്തിലുള്ള മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്. ഇത് രണ്ടും ഇവിടെ നിലനിർത്തിക്കൊണ്ടാണ് ഈ മണ്ഡി സംവിധാനം പോകുന്നതിനെ ഇടതുപക്ഷം എതിർക്കുന്നത്. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇടതുപക്ഷം കേരളത്തിൽ ചെയ്യുന്ന ഇതേ കാര്യമാണ് മണ്ഡി സംവിധാനം, അത് ഇല്ലാതെയാകും എന്നുള്ള ഒരു പൊതു വിഷമമാണ് ഇവരുടെ. അതായത് ജമീന്ദാർമാര്, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കന്മാര്, അവര് കൈപ്പിടിയിൽ ഒതുക്കി വച്ചിരിക്കുകയാണ് വിപണന സംവിധാനത്തെ. അത് കേരളത്തിൽ എങ്ങനെയാണോ CPM നേതാക്കന്മാർ ചെയ്യുന്നത്, അതേ സംവിധാനമാണ് ഉത്തരേന്ത്യയിലുള്ളത്. അതിനെ ഇല്ലാതാക്കുന്ന നിയമമാണ് ഈ നിയമം. അതുകൊണ്ടാണ് CPM ഇതിലുള്ള എതിർപ്പ്, അല്ലാണ്ട് വേറെ കാരണം കൊണ്ടൊന്നുമല്ല. പിന്നെ ഇപ്പൊ ഈ പാർലമെന്റിലെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഈ കേരള മോഡൽ നമുക്ക് ഓർക്കുന്നില്ല. ഇപ്പൊ ശിവൻകുട്ടിയൊക്കെ സ്പീക്കറുടെ ഡയസിൽ കയറി സ്പീക്കറുടെ കസേര മറിച്ചിടുന്ന EP ജയരാജൻ, ഇപ്പോഴത്തെ മന്ത്രി, അദ്ദേഹമൊക്കെ കൂടെ ചെയ്തിട്ടുള്ള നിയമസഭയിലുള്ള വിഷ്വൽസ് ഇപ്പോഴും നമുക്ക് വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. അപ്പൊ ഇതേ കാര്യം രാജ്യസഭയിൽ നടപ്പിലാക്കാൻ വേണ്ടിയാണ് എളമരം കരീമിനെയും KK രാഗേഷിനെയും ഒക്കെ അങ്ങോട്ടേക്ക് അയച്ചത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഈ ഒരു സമയം ഇതിനെ തിരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ ബില്ലിലെ വിഷയങ്ങളല്ല ഇവരുടെ പ്രശ്നം. മറിച്ച് സ്വർണ്ണക്കടത്ത് മുതൽ ഇപ്പോഴുള്ള ലഹരിക്കടത്ത് വരെയുള്ള വിവാദ പരമ്പരയെ ഡൽഹിയിലേക്ക് പറിച്ചു നടാനുള്ള ഒരു ദയനീയമായ ശ്രമമാണ്. ഇത് കേരളം കഴിഞ്ഞാൽ ഡൽഹിയിലെ പരീക്ഷിക്കാൻ സാധിക്കുള്ളൂ, കാരണം ബംഗാളിൽ സാധിക്കില്ല, വേറെ എവിടെയും സാധിക്കില്ല. അതുകൊണ്ട് ഈ കേരളത്തിലെ സമരത്തിന്റെ തീക്ഷ്ണതയെ ഡൽഹിയിലേക്ക് പറിച്ചു നടാൻ പറ്റുമോ എന്നുള്ള അതിദയനീയമായ ഒരു ശ്രമമാണ്. അതായത് ഒരു പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി പോലും ചെയ്യാത്ത ഒരു ശ്രമമാണ് ഇപ്പോൾ പാർലമെന്റ് കേന്ദ്രീകരിച്ച് ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം തുടർച്ചയായി നടന്നിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയാ, അങ്ങനെ ഒരു വാക്ക് പ്രയോഗിക്കുന്നത് ശരിയല്ലെങ്കിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. നാണം കെട്ട രീതിയിലുള്ള പ്രവർത്തനമാണ്. ഒരു രാഷ്ട്രീയ പക്വതയുമില്ലാത്ത, ഇതേതെങ്കിലും ഒരു രാഷ്ട്രീയ പക്ഷത്ത് നിന്നിട്ട് സംസാരിക്കുന്നതല്ല, ഇതിന്റെ വസ്തുത കാണുന്നതുകൊണ്ട് മാത്രം പറഞ്ഞു പോകുന്നതാണ്. ഇത്രത്തോളം ദയനീയമായ സ്ഥിതിയിലേക്ക് ഇടതുപക്ഷം പോവരുത് എന്ന് പറയേണ്ടുന്ന ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. കാരണം ഇവിടെ ഇങ്ങനെ ഒരു കൂട്ടം പ്രശ്നങ്ങളായതുകൊണ്ട് ഇടതുപക്ഷത്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അതിന് ആ മൂവ്മെന്റിന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സാഹചര്യം. അല്ലാതെ ഈ ബില്ലിന്റെ അകത്തെ വിഷയങ്ങളല്ല ചർച്ച ചെയ്യുന്നത്. കാരണം ബില്ലിപ്പ് എന്താണ്, അല്ലെങ്കിൽ ഇപ്പൊ നിയമമാകാൻ പോകുന്നത് എന്താണ്? കർഷകന് നേരത്തെ ഉണ്ടായ സ്ഥിതിയിൽ നിന്ന് മെച്ചമായ സ്ഥിതിയാണ് എന്തായാലും. അത് എത്രത്തോളം എന്നതിനെ കുറിച്ച് വേറെ വേണമെങ്കിൽ ചർച്ച ചെയ്യാം. എന്തൊക്കെ പറഞ്ഞാലും കർഷകന്റെ ഉൽപ്പന്നങ്ങൾ സ്വതന്ത്രമായി മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതിലെന്താണ് കുഴപ്പം കാണുന്നത്? സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞിറങ്ങി പുറപ്പെടുന്നവരാണ് ഇടതുപക്ഷം. എന്തുകൊണ്ട് കർഷക ശാക്തീകരണത്തെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല? എന്താണ് കർഷക ശാക്തീകരണം? കർഷകർ സ്വതന്ത്രമായിട്ട് വിപണി കണ്ടെത്താൻ സാധിക്കുന്നു. ഇവരാരും സഹായിക്കുന്നില്ല. ഒരു രാഷ്ട്രീയക്കാരനും സത്യസന്ധമായി കർഷകനെ വിപണി കണ്ടെത്താൻ സഹായിക്കാത്തത് കൊണ്ടാണ് എത്രയോ ഇടയാളുകളുടെ മിഡിൽമെൻ അവരുടെ ഇടയിൽ പെട്ട് കർഷകൻ വല്ലാതെ ഉഴലുന്നത്. നമുക്കിപ്പോ കേരളത്തിലെ സാഹചര്യം എന്താ? ഇപ്പൊ കേരളത്തിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്ന സാഹചര്യമുള്ള കേരളത്തിൽ ഒരു തേങ്ങ കർഷകൻ കടയിൽ കൊടുക്കുമ്പോൾ 10 രൂപയാണെങ്കിൽ
ആ കർഷകന്റെ കയ്യിൽ തേങ്ങയില്ലാത്ത സാഹചര്യം വന്നാൽ അതേ കടയിൽ നിന്ന് തിരിച്ചു വാങ്ങണമെങ്കിൽ 40 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ 4 ഇരട്ടി കൊടുക്കണം, അല്ലെങ്കിൽ 2 ഇരട്ടി കൊടുക്കണം. എങ്ങനെയാണ് ഈ വിലവർധന ഉണ്ടാകുന്നത്? ഒന്നല്ല രണ്ടല്ല, എത്രയോ തട്ടിൽ മധ്യവർത്തികൾ നിൽക്കുകയാണ്. ഈ മധ്യവർത്തികളുടെ എണ്ണം കുറയ്ക്കുന്ന സംവിധാനമാണ് ഇപ്പോഴത്തെ ഈ നിയമം, ഈ APMC ഒഴിവാക്കിക്കൊണ്ടുള്ള സംവിധാനം എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും തർക്കമുണ്ടാവില്ല. കഴിഞ്ഞ ഏതാണ്ട് 2-3 ദിവസമായി, അല്ലെങ്കിൽ ഈ ബില്ല് പാർലമെന്റിലെ ലോക്സഭയിൽ വരുന്നു, ലോക്സഭയിൽ പാസ്സാകുന്നു, രാജ്യസഭയിലേക്ക് വരുന്നു. ഈ ഘട്ടത്തിലാണ് ഇടതുപക്ഷം എതിർപ്പുമായിട്ട് വന്നത്. അപ്പോഴേക്കും അതിന്റെ മുനിയൊടിക്കുന്ന വാദങ്ങൾ വന്നു. അതായത് ഇത് BJP നടപ്പിലാക്കിയത് കോൺഗ്രസിന്റെ കൂടെ പ്രകടന പത്രികയിലുള്ള വാഗ്ദാനമാണ്. അതായത് രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കർഷകർക്ക് മുന്നിൽ വെച്ച വാഗ്ദാനമാണ്. കാരണം ഇടതുപക്ഷത്തിന്റെ വാഗ്ദാനത്തിനൊന്നും വിലയില്ല. എവിടെയോ കുറച്ച് മണ്ഡലങ്ങൾ മത്സരിക്കുന്ന മുന്നണിക്ക് വാഗ്ദാനത്തിന് എന്താണ് വില? കോൺഗ്രസും BJPയും ഈ വാഗ്ദാനം കർഷകർക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കർഷകർക്ക് നൽകിയ വാഗ്ദാനമാണ് നടപ്പാക്കിയിട്ടുള്ളത്. അതിലെ വ്യവസ്ഥകൾ ചർച്ച ചെയ്തപ്പോൾ ഇടതുപക്ഷത്തിന് അവിടെ നിൽക്കാൻ പറ്റാതെയായി. ഇപ്പൊ പാർലമെന്ററി പ്രൊസീജിയറിനെ കുറിച്ചായി. അതിലെന്താ ചെയ്തിരിക്കുന്നത്? അത് കഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കേരള നിയമസഭയെ രാജ്യസഭയിലേക്ക് പറിച്ചു നടാൻ ശ്രമിച്ചു, അത് ദയനീയമായി പരാജയപ്പെട്ടു. അവിടെ അംഗസംഖ്യ കുറവാണ്, ഈ കളിയൊന്നും അവിടെ നടക്കില്ല. ഇതാണ് ചുരുക്കി അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് നമുക്ക് വളരെ വേഗം മടങ്ങിയെത്താം. ഒരു ചെറിയ ഇടവേള കഴിഞ്ഞു. ശ്രീ CR ജോസ് പ്രകാശ്, ഇവിടെ APMC അമെൻമെന്റുമായി ബന്ധപ്പെട്ട്, ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഹരിയാനയിലും പഞ്ചാബിലും ഉയരുന്ന പ്രതിഷേധത്തിന്റെ ആ ഒരു സ്വരം, കാഠിന്യം കേരളത്തിൽ ഉയരേണ്ട ആവശ്യമില്ല. കാരണം കേരളത്തിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ജയസൂര്യൻ സൂചിപ്പിച്ചത്, ഹരിയാനയിലും പഞ്ചാബിലും ആ സർക്കാരുകൾക്കില്ലാത്ത ഒരു വേവലാതി എന്തിനാണ് ഇടതുപക്ഷ സർക്കാരിനെ? അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാരിൻ്റെ വേവലാതിക്ക് കാരണങ്ങൾ മറ്റു ചിലതാണ് എന്ന് പറയേണ്ടി വരുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ചോദിച്ചോട്ടെ, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതലുള്ള ഈ ഒരു ബില്ലുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഭേദഗതിയാണ് വരുത്തിയത്, ഒരു മാറ്റമാണ് വരുത്തിയത്. ആ ബില്ലിൽ കർഷകർക്ക് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു സാധ്യതയാണ് ഒരുക്കുന്നത്. ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ഉൽപാദനം നടത്തുമ്പോൾ തന്നെ അത് ആർക്കാണോ വിൽക്കേണ്ടത് ആ വില നിശ്ചയിച്ചുകൊണ്ട് പരിപൂർണമായ സ്വാതന്ത്ര്യത്തോടെ വിൽക്കാനുള്ള ഒരു സംവിധാനം, സാഹചര്യം ഒരുക്കുന്നു. അതിനെ എന്തിനാണ് ഇടതുപക്ഷം എതിർക്കുന്നത്? തുടക്കത്തിൽ തന്നെ ഈ ബില്ല് കൊണ്ട് ഇന്ത്യയിലെ കർഷക ജനതയ്ക്കുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയെന്ന് പറയാനുള്ളൊരു അവസരം എനിക്ക് നിങ്ങൾ തന്നില്ല. ജയസൂര്യ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കർഷക മോർച്ചയുടെ നേതാവ്. അതോടൊപ്പം തന്നെ BJPയുടെ സ്വന്തമായ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം ഈ ബില്ലിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചാണ്. 3 കാര്യങ്ങളാണ് ഇതിനകത്ത്. അത് എത്ര സമയം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. താങ്കൾക്ക് പറയാം. കേന്ദ്ര ഗവൺമെൻറ് BJP ഗവൺമെൻറ് കൊണ്ടുവരുന്ന മിക്ക ഭരണ നടപടികളും ഒരു വലിയ വാശിയിൽ കൊണ്ടുവരും. പ്രധാനമന്ത്രി തന്നെ മുന്നിട്ട് നിന്ന് ഒരുപാട് പ്രചരണങ്ങൾ നടത്തും. പക്ഷെ അത് മുഴുവൻ ജനങ്ങളുടെ ജീവിതത്തിൽ അപകടകരമാണ്, ദുരന്തങ്ങളാണ് വരുത്തി വെച്ചതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് നോട്ട് നിരോധനം നമ്മുടെ മുന്നിലുണ്ട്, തൊഴിൽ നിയമങ്ങളുണ്ട്, 20 ലക്ഷം കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു എന്ന് നമ്മുടെ മുന്നിലുണ്ട്, സ്വകാര്യവൽക്കരണത്തിൻ്റെ നടപടികളുണ്ട്, എയർപോർട്ടിൻ്റെ വിൽപ്പന ഉൾപ്പെടെയുള്ള ബാങ്കിങ് മേഖലയിലുള്ള പരിഷ്കാരമുണ്ട്. ഇപ്പോൾ 3 കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇത് ഓരോന്നും നമ്മൾ എടുത്തു നോക്കൂ. ഇതിൻ്റെ മുഴുവൻ അടിവേരുകൾ അന്വേഷിച്ചാൽ നേട്ടമുണ്ടാകുന്നത് മുഴുവൻ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്കാണ്. ലോകത്ത് എത്രയോ രാജ്യങ്ങൾ ഈ ദുരിത കാലഘട്ടത്തിൽ പാക്കേജ് പ്രഖ്യാപിച്ചു. ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ച 20 ലക്ഷം കോടി രൂപയുടെ പാക്കേജിൻ്റെ നേട്ടം ആർക്ക് കിട്ടി എന്ന് നമ്മൾ സൂക്ഷ്മമായി ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ നമുക്കത് ബോധ്യമാകും. ഈ നോട്ട് നിരോധനത്തിൻ്റെ കെടുതികൾ ഇന്നും ഒഴിഞ്ഞിട്ടില്ല എന്ന് നമുക്കറിയാം. ഈ കർഷക ബില്ലുകളുടെ പ്രത്യേകത എന്താ? എല്ലാം കമ്പോളം നിശ്ചയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം കയ്യൂക്കുള്ളവർ, പണമുള്ളവർ, സ്വാധീനമുള്ളവർ, ഇന്ത്യയിലെ വരേണ്യവർഗം, അവർ ഈ കാര്യങ്ങൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ തീരുമാനിക്കും. അതിന് ശ്രീ ജയസൂര്യ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു. ടൂത്ത് പേസ്റ്റ് രാജ്യത്തെവിടെയും വിറ്റൂടെ? കാറ് രാജ്യത്തെവിടെയും വിറ്റൂടെ? ബൈക്ക് രാജ്യത്തെവിടെയും വിറ്റൂടെ? ആരാ ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കുന്നത്? മൾട്ടിനാഷണൽ കമ്പനിയാണ്. ആരാ കാർ നിർമ്മിക്കുന്നത്? മൾട്ടിനാഷണൽ കമ്പനിയാണ്. അവർക്ക് ഇന്ത്യ രാജ്യത്തെവിടെയുമല്ല, ലോകത്തെവിടെയും വിൽക്കാം. അതുപോലെയാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ചെറുകിട കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഇതൊരു ഉറപ്പാണ്. BJPയുടെയും
BJPയുടെ സ്വതന്ത്ര മാധ്യമ പോത്തൻ്റെ എല്ലാം അവരുടെ എല്ലാം കോർപ്പറേറ്റ് താല്പര്യങ്ങളാണ് ഇവിടെ കൃത്യമായിട്ട് തിരിഞ്ഞു വരുന്നത്. നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, കേരള ഗവൺമെൻറ് എന്തിനിതിനെ എതിർക്കുന്നു? എനിക്ക് നിങ്ങൾ സമയം തരുന്നാൽ കേരളത്തിലെ കർഷകരെ ഈ ബില്ല് ഏതളവിൽ സ്വാധീനിക്കും, പ്രതികൂലമായി സ്വാധീനിക്കും എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. അതിനുള്ളൊരു സമയം കിട്ടുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ രാജ്യത്ത് ഊഹക്കച്ചവടം ശക്തിപ്പെടാൻ പോവുകയാണ്. കർഷകൻ ഏത് ബില്ല്, ഏത് വിത്ത് ഉപയോഗിക്കണം, അവരെവിടെ വിൽക്കണം, ഒന്നും ഇനി മേലാൽ കർഷകരായിരിക്കില്ല തീരുമാനിക്കാൻ പോകുന്നത്. അതിനെന്ത് വില നിശ്ചയിക്കണം, അത് കോർപ്പറേറ്റുകൾ, കമ്പനികൾ നിശ്ചയിക്കും. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പത്രപരസ്യമുണ്ട്. അതും കോർപ്പറേറ്റ് പത്രങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഒന്നും പത്രത്തിനകത്തില്ല. ജന്മഭൂമിയിൽ പോലും ആ പരസ്യം വന്നിട്ടില്ല. കാരണം അതെല്ലാം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, കോർപ്പറേറ്റുകളുടെ നിയമം, കോർപ്പറേറ്റുകൾ സ്ഥാപനങ്ങൾക്ക് പരസ്യം കൊടുക്കുന്നു. ആ പ്രധാനമന്ത്രിയുടെ പരസ്യം നമ്മൾ വായിച്ചാൽ കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനികളുമായി ചേർന്ന് ഇന്ത്യയിലെ കർഷകർ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ കമ്പനികളോടൊപ്പം ചേർന്ന് ഇന്ത്യയിലെ 90% വരുന്ന ഇടത്തരം ചെറുകിട കർഷകർക്ക് ഏതളവിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. പുതിയ ബില്ലിൽ പറയുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. പുതിയ ബിൽ പ്രകാരം ഉത്പാദകർ, കയറ്റുമതിക്കാർ, മൊത്ത വ്യാപാരികൾ, മില്ലുടമകൾ, ചെറുകിട വ്യാപാരികൾ എല്ലാവരും വ്യാപാരി എന്ന നിർവചനത്തിൽ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോർപ്പറേറ്റുകളോടൊപ്പം നിന്നാണ് ചെറുകിട വ്യാപാരികൾ, ചെറുകിട കർഷകർ ഒരുമിച്ച് ചേരേണ്ടത്. അവരുമായിട്ട് ചേർന്ന് മത്സരാധിഷ്ഠിതമായ കമ്പോള വ്യവസ്ഥയിൽ അവർക്ക് അവരുടെ ജീവിതം എങ്ങനെ സുരക്ഷിതമാക്കാൻ കഴിയും എന്നുള്ള ആശങ്ക അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ കർഷകർക്കുണ്ട്. BJP വന്നിട്ട് 6 വർഷം കഴിഞ്ഞല്ലോ. ഈ 6 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ എത്രായിരം കർഷകർ ആത്മഹത്യ ചെയ്തു എന്ന് നമ്മൾ പരിശോധിക്കണം. ഈ നേട്ടങ്ങളെക്കുറിച്ചെല്ലാം വാതോരാതെ പറയുമ്പോഴും കർഷക ആത്മഹത്യ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 ബില്ലുകൾ കൂടി നിയമമായി അത് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ കർഷക ആത്മഹത്യയുടെ തോത് ഇന്ത്യയിൽ കുതിച്ചുയരാൻ പോവുകയാണ് എന്നുള്ളതാണ്. ശരി. ശ്രീ ജയസൂര്യൻ, ഇവിടെ ജസ്പ്രകാശ് സൂചിപ്പിച്ചത് ഈ ഒരു ബില്ല് കർഷകർക്ക് ദ്രോഹകരമായി ഭവിക്കുമെന്നാണ്. കാരണം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം മുതലാളിമാരോട് മത്സരിക്കേണ്ട ഒരു സാഹചര്യം, ഒരു സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ ഇത്തരമൊരു ബില്ലുകൾ അവതരിപ്പിക്കുന്നത് എന്ന് തന്നെയാണ്. പക്ഷേ കാര്യങ്ങളെ ഈ ഒരു ബില്ലുമായി ബന്ധപ്പെട്ട ഓരോ വസ്തുതകളും പഠിക്കുകയാണെങ്കിൽ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയർത്താൻ ഉതകുന്ന രീതിയിലേക്ക് ആകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ കർഷക മോർച്ചയുടെ ഒരു സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ ഈ ഒരു മേഖലയുമായി കൃത്യമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എങ്ങനെയാണ് താങ്കൾ ഒരു വിശകലനം നൽകുക, ഒരു വിശദീകരണം നൽകുക? ഇക്കാര്യത്തിൽ ഈ നിയമം, ഈ ബില്ലില് കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇന്നലെ വരെ ഉണ്ടായിരുന്ന കാർഷിക മേഖലയെ പരിപൂർണമായിട്ടും പൊളിച്ചെഴുതിക്കൊണ്ട് കർഷകന് മുൻതൂക്കം കൊടുക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന ഒരു നിയമ സംവിധാനമാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഇതിനെ ആക്ഷേപിക്കുന്നവരെല്ലാവരും പറയുന്നത്, പ്രത്യേകിച്ച് ഇടതുപക്ഷം എടുത്തു പറയുന്നത്, കുത്തകകൾ വരാൻ പോവുകയാണ്. അദാനി വരുന്നു, അംബാനി വരുന്നു, അഖിലലോക കുത്തകകൾ ഇങ്ങോട്ട് വരുന്നു, അതുകൊണ്ട് അവരുടെ കയ്യിലേക്ക് ഇന്ത്യയിലെ കർഷകനെ എറിഞ്ഞു കൊടുക്കുകയാണ് എന്നുള്ള ആക്ഷേപമാണല്ലോ എല്ലായിടത്തും പറയുന്നത്. ഈ ബില്ലോ ഇതിൻ്റെ നിയമമോ ഒന്ന് വായിച്ചു നോക്കിയിട്ടുള്ളവർക്ക് അത് എങ്ങനെ പറയാൻ കഴിയും? ഇവിടെ ഈ കാര്യത്തിൽ ഫാമിംഗ് എഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സപ്ലൈ ഓഫ് സച്ച് പ്രൊഡ്യൂസ് ഇൻക്ലൂഡിംഗ് ദ ടൈം ഓഫ് സപ്ലൈ, ക്വാളിറ്റി, ഗ്രേഡ്, സ്റ്റാൻഡേർഡ്, പ്രൈസ് ആൻഡ് സച്ച് അതർ മാറ്റേഴ്സ് ആൻഡ് ദ ടേം റിലേറ്റഡ് ടു സപ്ലൈ ഓഫ് ഫാം സർവീസസ് ഫാർമർ മേ എൻ്റർ ഇൻ ടു എ റിട്ടൺ ഫാമിംഗ് എഗ്രിമെന്റ് എന്നാണ്. ഇവിടെ ഈ എഗ്രിമെന്റിലേക്ക് വരുന്നത് കർഷകനാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ എഗ്രിമെന്റിൽ മുതലാളിക്ക് അല്ലെങ്കിൽ കുത്തകയ്ക്ക്, കോടീശ്വരന് ഇവിടെ ഈ കർഷകനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, കർഷകനെ ചൂഷണം ചെയ്യാൻ കഴിയുന്ന, കർഷകന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന, കർഷകനെ അടിമയാക്കാൻ കഴിയുന്ന ഒരൊറ്റ ക്ലോസ് എങ്കിലും കാണിച്ചു തരാമോ എന്ന് ഇതിനെ എതിർക്കുന്നവരെ മുഴുവൻ ഞാൻ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. അതൊന്നുമില്ലാതെ
ഇതാ അദാനി വരുന്നു, അദ്വാനി വരുന്നു, അംബാനി വരുന്നു. അതായത് കമ്മ്യൂണിസ്റ്റുകാരുടെ പണ്ട് മുതലുള്ള ഒരു ശൈലിയാണ് എല്ലാവരെയും ഭയപ്പെടുത്തുക. ഇപ്പോ പണ്ടൊക്കെ പറയുന്ന ടാറ്റ വരും, ബിർള വരും എന്നായിരുന്നു. പിന്നെ പറഞ്ഞു അമേരിക്ക വരും, ഇപ്പോ അംബാനി വരും, അദാനി വരും. ഇത് ഒരു ഭയപ്പെടുത്തലാണ്, പാവങ്ങളെ ഭയപ്പെടുത്തലാണ്. കൊച്ചുകുട്ടികളെയൊക്കെ ഭയപ്പെടുത്തുമല്ല, ഭൂതം വരും, കാക്കോച്ചി വരും, അല്ലെ കുറുക്കം വരും എന്നൊക്കെ എന്ന് പറയുന്ന പോലെയാ. ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ സ്ഥിരം സ്വഭാവമാണ്. അപ്പോൾ ട്രാക്ടർ വന്നപ്പം ഇതാ കൃഷി തീരാൻ പോകുന്നു, ട്രില്ലർ വന്നപ്പോൾ കൃഷി തീരാൻ പോകുന്നു, കൊയ്ത്ത് യന്ത്രം വന്നപ്പോൾ എല്ലാവരും ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. എന്നിട്ട് ഇവിടെ എന്തുണ്ടായി? അപ്പോ ഈ രീതിയിലുള്ള പുരോഗതികളൊക്കെ വരുമ്പോൾ അതിനെതിരായിട്ട് നിൽക്കുക. കമ്പ്യൂട്ടർ വന്നപ്പോൾ അത് ഞങ്ങൾ ഇറക്കുകയില്ല എന്ന് പറഞ്ഞവരാണ് CITUക്കാർ. ചുവന്ന് ഇറക്കുകയില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ CITUവിന്റെ ഓഫീസ് മുഴുവൻ കമ്പ്യൂട്ടറൈസ്ഡാ, പാർട്ടി ഓഫീസ് മുഴുവൻ കമ്പ്യൂട്ടറൈസ്ഡാ. അപ്പൊ എന്തൊരു നല്ല കാര്യം വന്നാലും കമ്മ്യൂണിസ്റ്റുകാർ അതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അത് രാജ്യത്തിന് ഗുണമുള്ളതാണ്, സമൂഹത്തിന് ഗുണമുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഇത് കോടീശ്വരന്മാരുടെയോ കുത്തകളുടെയോ കയ്യിലേക്കല്ല പോകുന്നത്. ഒന്നിടപെടുകയാണ് ശ്രീ ജോസ് പ്രകാശ്. താങ്കൾ നേരത്തെ ഉന്നയിച്ച ആശങ്കകൾക്ക് കൃത്യമായ ഒരു മറുപടിയാണ് അഡ്വക്കേറ്റ് ജയസൂര്യൻ നൽകിയത്. ഇനിയും ആശങ്കകൾ ബാക്കി നിൽക്കുകയാണോ? എന്നോടാണോ ചോദിച്ചത്? അതെ അതെ. ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ കേരളത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. എന്തിനാണ് കേരള ഗവൺമെൻറ് ഈ ബില്ലിനെ എതിർത്ത് സുപ്രീം കോടതിയിൽ പോകുന്നത്? കേരളത്തിലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഗവൺമെൻറ്, വിശേഷിച്ചും ഇടതുപക്ഷ ഗവൺമെൻറ് ഒട്ടേറെ പരിഷ്കാരങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്നതടക്കം കാർഷിക മേഖലയിലടക്കം ഒട്ടേറെ നിയമങ്ങൾ. ഈ നിയമങ്ങളിലൂടെ കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില കൊടുത്തിട്ടുണ്ട്, അത് ശേഖരിക്കുന്നുണ്ട്, സബ്സിഡി കൊടുക്കുന്നുണ്ട്. കർഷകർക്ക് അവരുടെ ഇപ്പോൾ ഈ ഗവൺമെൻറ് ഭക്ഷ്യസുരക്ഷാ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇനി കേരളത്തിലെ ഗവൺമെൻറ്റും കേരളത്തിലെ കർഷകരും നിസ്സഹായരാകാൻ പോവുകയാണ്. ആ മേഖലയ്ക്ക് സംസ്ഥാന ഗവൺമെൻറ്റിന് ഏതെങ്കിലും ആനുകൂല്യങ്ങൾ കർഷകർക്ക് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാതാകാൻ പോവുകയാണ്. അവർക്ക് സബ്സിഡി കൊടുക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ് അവിടെയൊന്നും ഒരു റോളുമില്ല. ഒട്ടേറെ മേഖലകളിൽ ഇത് നമുക്ക് കാണാൻ കഴിയും. ജനിതക മാറ്റം വരുത്തിയ വിളകൾ കേരളത്തിലെ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ല. ഇനി കോർപ്പറേറ്റുകൾക്ക് ജനിതക മാറ്റം വരുത്തിയ വിളകൾ, അതിൻ്റെ വിത്ത് കേരളത്തിൽ കൊണ്ടുവരാം, അവർക്ക് കേരളത്തിൽ ഉൽപ്പാദനം നടത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കാർഷിക മേഖല അമ്പേ തകരാൻ പോവുകയാണ്. കേരളത്തിലെ സബ്സിഡി കിട്ടാൻ പോകുന്നില്ല. കേരളത്തിലെ സർക്കാർ, കേരളത്തിലെ സഹകരണ മേഖല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കൃഷി വകുപ്പ് ഇവരൊക്കെ കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ താങ്ങുവില നൽകി ഏറ്റെടുക്കുകയും അത് വിപണിയിലെത്തിക്കുകയും അത് നേരിട്ട് ജനങ്ങളുടെ ഉപഭോക്താവിൻ്റെ കയ്യിലെത്തിക്കുന്നതിനും ചെയ്യുന്നതിനുള്ള ഒട്ടേറെ സംവരണ വ്യവസ്ഥകളുണ്ട്, വിതരണ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ മുഴുവൻ ഇല്ലാതാകാൻ പോവുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിതരണ സംവിധാനം ഒന്നുമില്ല. പണമുള്ള ആളുകൾ കൃഷി നടത്തും, പണമുള്ള ആളുകൾ അത് വാങ്ങും. എന്നാൽ കേരളത്തിലെ 96% ചെറുകിട കർഷകരാണ്. ഈ നമ്മുടെ കർഷക മോർച്ച അറിയില്ലേ? കേരളത്തിൽ ഡോക്ടർ സരിത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ആവലാതിയും മാഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട്, കേരളത്തിന്റെ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? അതായത് ഞാൻ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. 2 പ്രളയങ്ങൾ കഴിഞ്ഞു, ഇവിടെ വലിയ കെടുതികളുണ്ടായി. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ പാവപ്പെട്ട കർഷകനെ രക്ഷിക്കാൻ വേണ്ടി കൊടുത്ത പണം, ആ പണമെങ്കിലും 2 പ്രളയം കഴിഞ്ഞു, ഇപ്പോൾ കോവിഡ് വരുന്നു, കോവിഡിലാണ്. പക്ഷെ ഒന്നാമത്തെ പ്രളയത്തിന് കൊടുത്ത പൈസ 10,000 രൂപ പോലും കർഷകന്റെ കയ്യിലോട്ട് കൊടുക്കാതെ അടിച്ചു മാറ്റിയ ഇടതുപക്ഷ ഗവൺമെന്റ് ആണോ പറയുന്നത് രക്ഷിച്ചു എന്ന്? ഒറ്റ കാര്യം, EMSന്റെ മന്ത്രിസഭ ഈ കേരളം ആദ്യമായിട്ട് ഭരിക്കുമ്പോൾ 9 ദശലക്ഷം ഏക്കറിലധികം ഇവിടെ ഭൂമി കൃഷിഭൂമിയായിരുന്നു. ഇന്നതിപ്പോ എവിടെയാണ് എത്തുന്നത്? വെറും 1.25 ദശലക്ഷം ഹെക്ടറായിട്ട് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആരാ ഇത് കുറച്ചത്? BJP ആണോ? അപ്പൊ BJP ആണോ കേരളത്തിലെ 9 ലക്ഷം മിച്ചം ഉണ്ടായിരുന്നത് 1 ലക്ഷം മിച്ചം ഹെക്ടറായിട്ട് കുറച്ചത്? ഇടതുപക്ഷം ഭരിച്ചു മുടിച്ചതല്ലേ? കേന്ദ്രം കൊടുത്ത പൈസയിലെ 10,000 രൂപ പോലും കർഷകന് കൈമാറാതെ അത് കൊള്ളയടിച്ചത് ഇടതുപക്ഷമല്ലേ? പിന്നെ ആരെയാ കുറ്റപ്പെടുത്തുന്നത്? അതുകൊണ്ട് കർഷകരുടെ ആത്മഹത്യാ റേറ്റ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഇന്ന് കേരളത്തിലാണ്, മറ്റൊരു ഭാഗത്തല്ല.
BJP ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ലക്ഷക്കണക്കിന് 6 ലക്ഷം കർഷകർ ആത്മഹത്യ ചെയ്ത സ്ഥാനത്ത് കഴിഞ്ഞ 6 വർഷമായിട്ട് കർഷക ആത്മഹത്യകൾ കേൾക്കുന്നുണ്ടോ? ഇടതുപക്ഷക്കാർ ആത്മഹത്യ എന്ന് പറയുന്നത് കേരളത്തെ കുറിച്ചാണെങ്കിൽ ശരി, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഭാരതത്തില് ലക്ഷക്കണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്തെടുത്ത് ഇന്ന് കർഷക ആത്മഹത്യയെ കുറിച്ച് വാർത്തകളില്ലല്ലോ. കർഷക പ്രക്ഷോഭം ഉണ്ടാക്കാൻ വേണ്ടി ചെങ്കൊടിയും പിടിച്ച് മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും പോയവർ, 10,000ങ്ങളെ അണിനിരത്തിയവര്, ആ പ്രക്ഷോഭം കഴിഞ്ഞിട്ട് തിരിച്ചുപോയത് അവിടെ നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ചുകൊണ്ടാണ്. അപ്പോ കർഷകരുടെ ആ വലിയ വലിയ പ്രക്ഷോഭങ്ങൾ നടന്ന മണ്ഡലങ്ങളിലൊക്കെ BJPയുടെ താമര ചിഹ്നത്തിലാണ് സ്ഥാനാർത്ഥികൾ ജയിച്ചത്. അപ്പോൾ ഈ പറയുന്ന കോലാഹലങ്ങളുടെ അർത്ഥം എന്താ? ഇത് വെറും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് അസ്തമിക്കും. ഇത് കൃത്യമായിട്ട് ഇടതുപക്ഷത്തിനും അറിയാം, കോൺഗ്രസിനും അറിയാം. പിന്നെ രാഷ്ട്രീയ പാർട്ടികളല്ലേ, എന്തെങ്കിലുമൊക്കെ അത് കാണിക്കണ്ടേ, അത്രയേ ഉള്ളൂ. ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ഈ ബില്ലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഓർഡിനൻസ് ആയിട്ട് വന്ന കാലം മുതലുള്ള സമയം കിട്ടിയിട്ട് ചർച്ച ചെയ്തോ ഇവിടുത്തെ കർഷകരോട്, കർഷക സംഘടനകള്? അപ്പോ 380 കർഷക സംഘടനകൾ പ്രക്ഷോഭത്തിലുണ്ടെന്ന് പറയുന്നല്ലോ. ആ 380 കർഷക സംഘടനകൾ എവിടെയായിരുന്നു? ഈ ഓർഡിനൻസിന്റെ കാലം മുതൽ ഈ വസ്തുത അറിയാമല്ലോ, ഓർഡിനൻസ് കൊണ്ടുവന്ന നിയമമാക്കും എന്ന്. ആ കാലം മുതൽ കർഷകരോട് ചർച്ച ചെയ്യണ്ടേ? അവരുടെ അധികാരമുള്ള സംസ്ഥാന സർക്കാരുകളുടെ കൃത്യമായി ഉത്തരം പറയേണ്ടത്, കാരണം കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയാണ് അദ്ദേഹം. അഡ്വക്കേറ്റ് ജയസൂര്യൻ സൂചിപ്പിച്ച ഈ ഒരു വസ്തുതയുണ്ട്, അതിനെ എങ്ങനെയാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത്? അതോടൊപ്പം തന്നെ ഈ ഒരു ബില്ലുമായി ബന്ധപ്പെട്ട് BJP സർക്കാർ ഇപ്പോൾ അത് പാസ്സാക്കി ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. പക്ഷേ ഇങ്ങനൊരു ആവശ്യം കാലങ്ങളായി ആവർത്തിച്ചുകൊണ്ടിരുന്നത് ഇടതുപക്ഷവും കോൺഗ്രസുമാണ്. കപിൽ സിബൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യം ഉന്നയിച്ചത് നമ്മൾ കണ്ടതുമാണ്. എന്നിട്ട് ഈ ഒരു സാഹചര്യം വരുമ്പോൾ ഒരു ബില്ല് കേന്ദ്ര മന്ത്രിസഭ പാസ്സാക്കുമ്പോൾ, പാർലമെന്റ് പാസ്സാക്കുമ്പോൾ മാത്രം ഒരു പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രതിഷേധത്തിന് പിന്നിൽ കേവലം രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമല്ലേ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നത്. ഡോക്ടർ സരീൻ, ഇപ്പോഴെങ്കിലും താങ്കൾ എന്റെ പേര് തെറ്റാതെ ഉച്ചരിച്ചതിൽ നന്ദിയുണ്ട്. കാരണം ഒരു ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ചർച്ചയ്ക്കുള്ള വിഷയവും നമ്മൾ അറിഞ്ഞിരിക്കണം, ചർച്ചയ്ക്ക് വരുന്ന വ്യക്തികളുടെ പേരും നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ പാസ്സാക്കിയ ബില്ലിന്റെ പേരെന്താണെന്ന് മിനിമം നമ്മൾ അവതാരകനായിട്ടും ചർച്ചയ്ക്ക് വരുന്നവരും അറിയണം. അതിലെ കണ്ടന്റ് എന്താണെന്നുള്ളതും അറിയണം. അല്ല, ഞാൻ ചോദിച്ചത്, ഞാൻ പറഞ്ഞതിലെ എന്തെങ്കിലും വസ്തുത പിഴവുണ്ടെങ്കിൽ, പിശകുണ്ടെങ്കിൽ ആദ്യം താങ്കൾ അത് സൂചിപ്പിക്കുക, വ്യക്തമാക്കുക. ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല താങ്കളാണെന്ന് പറഞ്ഞത്, താങ്കൾ അത് വ്യക്തമാക്കുക. BJPയുടെ കേന്ദ്ര മന്ത്രിസഭയിലെ അംഗമായിട്ടുള്ള V മുരളീധരനുമായി ബന്ധപ്പെടുത്തി കള്ളക്കടത്ത് കേസിൽ പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ള സന്ദീപ് നായരും സരിത്തുമൊക്കെ ആയിട്ട് ആ പേര് മാറിപ്പോകുന്നതിന്റെ ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ നേരത്തെ കർഷക മോർച്ചയുടെ പ്രതിനിധി എന്ന് പറഞ്ഞ അദ്ദേഹം വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇവിടെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി, അതായത് അദ്ദേഹം കർഷകനാണ് എന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രത. കാരണം ഒരു കർഷകന് ആ വ്യഗ്രത, ഞാൻ കർഷകനാണ് എന്ന് ഒരു ബില്ലിലെ കാര്യങ്ങൾ പറഞ്ഞ് സ്ഥാപിക്കുന്നതിലല്ലായിരിക്കണം ഉണ്ടാകേണ്ടത്. പകരം അദ്ദേഹം മണ്ണിലെടുക്കുന്ന പണിയുടെ അധ്വാനത്തിന്റെ, അതിന്റെ ഫലപ്രാപ്തിയിൽ അതിന് കിട്ടുന്ന മാന്യമായ വിലയിലൊക്കെ ആയിരിക്കണം അദ്ദേഹത്തിന്റെ ശ്രദ്ധ. ഇതിപ്പോ നമ്മുടെ മന്ത്രി, കേന്ദ്രമന്ത്രിയായിട്ട് രാജ്നാഥ് സിംഗ് ഇന്നലെ പത്രസമ്മേളനം വിളിച്ചപ്പോൾ ഞാനും ഒരു കർഷകനാണ്, എന്റെ അഭിപ്രായത്തിലും അതുപോലെ തന്നെ കർഷകരുടെ പ്രതിനിധി എന്ന രീതിയിലും ഈ ബില്ല് എത്രത്തോളം കർഷകരുടെ സ്വാതന്ത്ര്യം ലക്ഷ്യം വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയ്ക്കപ്പുറം വസ്തുതകൾ പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ് എനിക്ക് സൂചനയായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾ പറയാൻ മറ്റേയാളുടെ മറുപടിക്ക് കാത്തിരിക്കുക അവതാരകൻ എന്നുള്ള ഒരു രീതിയിലാണ് ചർച്ച പോകുന്നത് എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോ ഞാൻ പറഞ്ഞാൽ വീണ്ടും കർഷക മോർച്ച പ്രതിനിധിയിലേക്ക് ചർച്ച പോകും, പിന്നെ ഇടതുപക്ഷ പ്രതിനിധി, വീണ്ടും കർഷക മോർച്ച പ്രതിനിധി. അതിന് പകരം വസ്തുത എടുക്കുക, 3 പേരുടെയും അഭിപ്രായം ആരായുക, അടുത്ത വസ്തുതയിലേക്ക് കടക്കുക, പറ്റുമെങ്കിൽ അഭിപ്രായത്തിൻ്റെതായിട്ട് ഒരു ക്രോഡീകരണം വരുത്തുക. ഇതായിരിക്കും അഭികാമ്യം. ഇതാണ് പാർലമെന്റിൽ നടക്കേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ എങ്ങനെയാണോ ഇവിടെ അവതാരകൻ കൈകാര്യം ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ വിഷയം പാർലമെന്റിൽ കൈകാര്യം ചെയ്യപ്പെട്ടു എന്നുള്ളതിന്റെ അപകടം തന്നെയാണ്. ജനാധിപത്യത്തിന് ഒരു മര്യാദയുണ്ട്. ജനാധിപത്യത്തിന് അതിന്റെ തോന്നും പടി എന്നുള്ളതിന് പകരം അതിന് ചില കൺവെൻഷനുകളുണ്ട്, അതിന് ചില പ്രിസ്ക്രൈബ് ആയിട്ടുള്ള നിയമ സംഹിതകളുണ്ട്, ഒരു ഭരണഘടനയുണ്ട്, റൂൾ ബുക്കുകളുണ്ട്. ഇപ്പൊ ഒരു സഭയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എങ്കിൽ. ഡോക്ടർ സരീൻ, താങ്കൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൃത്യമായ സമയം എല്ലാ അംഗങ്ങൾക്കും അനുവദിച്ചുകൊണ്ട്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രതിനിധികൾക്കും സമയം അനുവദിച്ചുകൊണ്ടാണ് ഞാൻ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. താങ്കൾക്ക് പറയാനുള്ളത് താങ്കൾക്ക് പറയാം, അത്രമാത്രം. 5 മിനിറ്റ് കൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് പറയാം, വേണമെങ്കിൽ ചർച്ചയിൽ വിടവാങ്ങുകയും ചെയ്യാം. കാരണം താങ്കൾക്കും അതായിരിക്കും സൗകര്യം. എനിക്ക് 5 മിനിറ്റ് തന്നാൽ മതി, 5 മിനിറ്റ്. താങ്കൾ പറഞ്ഞോളൂ. എല്ലായിടത്തും ഈ 2020 കാലഘട്ടത്തിൽ
ഒരുപക്ഷെ ഈ ഡിജിറ്റൽ ടെക്നോളജിയെ ഉപയോഗപ്പെടുത്താനും അവർക്ക് സൗകര്യം ഒരുക്കാനും വേണ്ടി കാർഷിക മാർക്കറ്റുകളെ അല്ലെങ്കിൽ കാർഷിക മേഖലയെ എങ്ങനെയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ വിളിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സംജ്ഞയുണ്ട്, അതിനൊരു പേരുണ്ട്, ഫാം ടു ഫോർക്ക്. അതായത് ഫാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളനില, ആ വിളനിലകളിൽ നിന്ന് ഫോർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തി തിന്നുന്ന ഫോർക്ക്. ആ ഫാം ടു ഫോർക്ക് എന്ന് പറയുന്ന ആ ഒരു ചെയിനിനെ എത്രത്തോളം ലഘൂകരിക്കാൻ പറ്റുന്നു, എത്രത്തോളം സുതാര്യമാക്കാൻ പറ്റുന്നു, അതുപോലെ തന്നെ എത്രത്തോളം ഫ്രഷ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളെ കാലതാമസമില്ലാതെ തീൻമേശയിലേക്ക് എത്തിക്കാൻ പറ്റുന്നു. അതായത് വിളനിലത്തിൽ നിന്ന് തീൻമേശയിലേക്ക് എന്നുള്ള അർത്ഥത്തിൽ ഒരു ടെക്നോളജിയുടെ സഹായത്തോടു കൂടി നടക്കുന്ന ഒരു കാർഷിക വിപ്ലവം, മറ്റൊരു ഗ്രീൻ റവല്യൂഷൻ എന്നുള്ളത് തന്നെയാണ് ലോകത്തെ എല്ലാവരെയും സംഭവിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇന്ത്യയുടെ സാഹചര്യത്തിലേക്ക് അത് എത്തുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡിജിറ്റൽ ടെക്നോളജിയുടെ കടന്നുകയറ്റം എത്രത്തോളം നമ്മുടെ മാർക്കറ്റുകളെ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലേക്കും സങ്കേതങ്ങളിലേക്കും ഒഴുക്കി നിർത്തിയിട്ടുണ്ട് എന്നുള്ള, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഒഴുക്കി നിർത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു തരത്തിലുള്ള മുന്നൊരുക്കമോ അല്ലെങ്കിൽ പരിശോധനയോ നടക്കാതെ ഇത്തരത്തിൽ നടപ്പാകണം എന്നുള്ള നിർബന്ധ ബുദ്ധി ഒന്നോ രണ്ടോ ഇടനിലക്കാരിലേക്ക് ചുരുക്കാൻ വേണ്ടി എന്ന് നേരത്തെ സൂചിപ്പിച്ചതിനെ അടിവരിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണ്. ഒന്നോ രണ്ടോ ഭീമൻ കുത്തകകളെ സൃഷ്ടിക്കാൻ, അത് ഈ അദാനി അംബാനി എന്നുള്ള പേര് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ പ്രേക്ഷകർക്ക് പോരാകും എന്നുള്ളത് കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ വസ്തുതകൾ പരിശോധിച്ചാൽ അദാനി അഗ്രി ലോജിസ്റ്റിക്സ് ലിമിറ്റഡും അതുപോലെ തന്നെ റിലയൻസിന്റെ ജിയോ മാർട്ടും റിലയൻസ് ഫ്രഷും അടക്കമുള്ള ഇപ്പൊ ഇങ്ങനെ കൃഷി ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കഴിഞ്ഞ ജൂലൈയിൽ റിലയൻസ് ലോഞ്ച് ചെയ്തിരുന്നു. അത് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയും. എങ്ങനെയാണ് ആ വിള ഏറ്റവും നല്ല രീതിയിൽ ഉത്പാദിപ്പിക്കപ്പെടാൻ ആ മണ്ണിനെ, ആ കാലാവസ്ഥയെ, അതുപോലെ തന്നെ ഏത് സമയത്താണ് നന, അതുപോലെ ഏത് സമയത്താണ് കീടനാശിനി, ഏത് സമയത്താണ് രാസവളം, ഇത്തരം കാര്യങ്ങളെ കർഷകരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ എന്നുള്ള വ്യാജേന അവതരിപ്പിക്കപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇങ്ങനെ പലതരത്തിലും കാര്യങ്ങൾ നടക്കുമ്പോഴും ഇന്ത്യയിലെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കേരളത്തിൽ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഒരു പ്രാഥമിക സ്വഭാവം നമുക്ക് കൈവരും എന്ന് എനിക്കൊരു ഉറപ്പുമില്ല. കാരണം നമുക്ക് കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ശൈലിക്കും അപ്പുറത്തേക്ക് മണ്ണിൽ പടവെട്ടി ജീവിതം കെട്ടിപ്പടുക്കുന്നവർ ആയിട്ട് പോലും 70% കർഷകരും ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് വാങ്ങേണ്ടവരാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ യാഥാർത്ഥ്യം. ഇന്ത്യയുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കൃഷിക്കാരായിട്ടുള്ളവരിൽ 70% പേരും ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് അവൻ അധ്വാനിച്ചുണ്ടാക്കിയ വിള തന്നെ ഭക്ഷിക്കുന്നു എന്നുള്ളതല്ല അർത്ഥം. അവന് പലപ്പോഴായിട്ട് മാർക്കറ്റിനെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിലുള്ള ഇന്ത്യൻ കർഷകന്റെ അവസ്ഥയാണ് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. ആ അവസ്ഥയിൽ ഈ APMC എന്ന് പറയുന്ന മണ്ഡി കൺസെപ്റ്റ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെ മാറ്റി പുതിയ രീതിയിലേക്ക് ടെക്നോളജീനെ സന്നിവേശിപ്പിച്ച് ഫാം പ്രൊഡ്യൂസ് എന്നുള്ള അർത്ഥത്തിൽ അതിന് നല്ല വില റിയലൈസ് ചെയ്യാൻ പറ്റും, നല്ല വില കണ്ടെത്താൻ പറ്റും എന്നുള്ള ഒരു തത്വമാണ് ഈ നിയമം മുന്നോട്ട് വെക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, ഇതൊരു തത്വമാണ്. ഏത് തരത്തിലുള്ള തത്വം? നോട്ട് നിരോധനം സംഭവിച്ചാൽ 3 കാര്യങ്ങൾ ഇന്ത്യയിൽ ഇല്ലാതെയാവുമെന്ന് യാതൊരു അടിസ്ഥാനവുമില്ലാതെ പ്രഖ്യാപിച്ച് ഇന്ന് തലയിൽ മുണ്ടിട്ട് നടക്കുന്ന പ്രധാനമന്ത്രിയുടെ അതേ തത്വം. ഞാൻ അവതാരകനോട് അതുകൊണ്ട് ആവശ്യപ്പെടുന്നത്, ഈ വിഷയം റെക്കോർഡ് ചെയ്ത ശേഷം ഒരു 6 മാസത്തിന് ശേഷം എന്നെ തന്നെ ചർച്ചയ്ക്ക് വിളിക്കണം. ഞാൻ വരും. ഞാൻ ഈ ചർച്ചയുടെ 6 മാസത്തിന് ശേഷമുള്ള ഇതിന്റെ അനന്തര ഫലങ്ങൾ പരിശോധിക്കാൻ വരും. ആ സമയത്തെങ്കിലും അല്ല ഡോക്ടർ സരീൻ, സ്വാഭാവികമായും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഇപ്പോൾ പങ്കുവെക്കാം. ഇവിടെ ജയസൂര്യൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റുള്ളവർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇടനിലക്കാരനെ ഒഴിവാക്കിക്കൊണ്ട് കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു മാർഗമാണ് ഈ ഒരു ബില്ലിലൂടെ കർഷകന് അനുവദിക്കുന്നത്. ആ ഒരു സൗകര്യമാണ്. ആ ഒരു സൗകര്യം എങ്ങനെയാണ് തെറ്റായി മാറുക എന്ന് താങ്കൾക്ക് ഇപ്പോൾ തന്നെ പങ്കുവെക്കാം, താങ്കളുടെ ആശങ്ക. ശരി, ഞാനത് പറയാം. ഏത് തരത്തിലുള്ള സൗകര്യമാണെന്നാണ് താങ്കൾ പറഞ്ഞത്? ഏതാണ്? ഏത് തരത്തിലുള്ള സൗകര്യമാണ് കർഷകനിലേക്ക് ലഭിക്കുന്നതെന്നാണ്? അതായത് ഇടനിലക്കാരൻ ഇല്ലാതെ തന്നെ അവർക്ക് കർഷകന് ഉൽപ്പന്നങ്ങൾ ആർക്കാണോ വിൽക്കേണ്ടത്, ഏത് വ്യാപാരിക്കാണോ വിൽക്കേണ്ടത്, ഏത് വ്യവസായിക്കാണോ വിൽക്കേണ്ടത്, ഏത് സ്ഥാപനത്തിനാണോ വിൽക്കേണ്ടത്, അവിടെ എത്തിക്കാനുള്ള ഒരു സൗകര്യം. ഈ സർക്കാരിന്റെ മുഖമുദ്രയാണ് നോ സ്റ്റാറ്റിസ്റ്റിക്സ്, നോ ഡാറ്റ. എന്തിനെ പറ്റിയും അടിസ്ഥാന വിവരവുമില്ല, അടിസ്ഥാന കണക്കുമില്ല.
വിവരവും കണക്കുമില്ലാത്ത ഒരു സർക്കാർ മുന്നോട്ട് വെക്കുന്ന വെറും വായുവിൽ ഉതിർത്ത ഒരു എന്താ പറയുക വാദഗതി മാത്രമാണിത്. ഇന്ത്യയിൽ 6% കർഷക ഉൽപ്പന്നങ്ങളുടെ 6% ഇത്തരം മണ്ടികളിലൂടെയും APMCകളിലൂടെയും വിറ്റഴിക്കപ്പെടുന്നത് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇന്ത്യയിലെ 94% കർഷകരും അവനവന്റെ വിള മുൻപേ പറഞ്ഞുറപ്പിച്ച ഒരാൾക്കോ അല്ലെങ്കിൽ ഇവിടെ വന്ന് എടുക്കുന്ന ഒരാൾക്കോ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ ചൂഷണത്തിന് ഇരയാകുന്നു എന്നുള്ള വസ്തുത ഞാൻ അല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ മണ്ടി സിസ്റ്റത്തിനെ ഒരു എന്താ പറയാ ഭീകര സത്വമായിട്ട് എടുത്തു കാണിക്കുകയും അതിനെ അങ്ങോട്ട് തച്ചു തകർത്തുകൊണ്ട് ഞങ്ങൾ ഇതാ നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ആ കാപട്യം ഈ മണ്ടി സിസ്റ്റത്തിലൂടെ കടന്നു താങ്കളുടെ ആശങ്ക സ്വാഭാവികം. നമുക്ക് ആ ഒരു ആശങ്കയ്ക്ക് കൃത്യമായ ഉത്തരം ഈ ഒരു പാനലിൽ ഉള്ളവർ തന്നെ നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അതിലേക്ക് തിരികെ എത്താം വളരെ വേഗം.